സോ നമുക്കൊരു ഫിഷിംഗ് അറ്റാക്ക് കണ്ടാലോ. സോ ഇത് പഴയൊരു അറ്റാക്കാണ്, പക്ഷെ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടൊരു ടൂളാണ് ഇസഡ് ഫിഷർ എന്ന് പറയും. സോ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ജസ്റ്റ് ഫിഷ് അല്ലെങ്കിൽ ഫിഷിംഗ് അറ്റാക്ക് നടക്കുന്നു എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാം. സോ ഇതിലെ പേപ്പാൽ അടക്കമുള്ള അക്കൗണ്ടുകൾ നമുക്ക് ഇതിൽ കിട്ടും. പേപ്പാൽ ഓൾഡ് വേർഷൻ ലോഗിൻ പേജൊക്കെയാണ്, പക്ഷേ ഇത് നമ്മളത്ര ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കണ്ടിട്ട് ഇപ്പം ആരും എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്തമുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഈ ലിങ്കാണ് നമ്മൾ ക്രോമിൽ കൊണ്ടിടുന്നത്. ഈ ലിങ്ക് പക്ക ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ പേജ് പോലെ ഇരിക്കും. സോ ഇത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ, പക്ക ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലോഗിൻ പേജ് കുറച്ച് അപ്ഡേറ്റ് ആണ്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ലോഗിൻ പേജൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. സോ ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കാൻ പോവാണ്. സോ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ആവും. സോ ഇവിടെ ലോഗിൻ ആയി വന്നിട്ടുണ്ട്. ഈ ടെർമിനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അവിടെ കൊടുത്ത ഇമെയിലും പാസ്വേഡും എൻ്റെ ടെർമിനലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിപ്പോൾ കാണിച്ചു തരാം. സോ ഉണ്ടോ, നമ്മുടെ റെക്സ്പെക്ടർ ഹാക്കർ അക്കാഡമി എന്നുള്ള ഇമെയിൽ ഐ ഡിയും സോ അതിൻ്റെ ഡീലിൻ്റെ പാസ്വേഡും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഇപ്പോൾ ലോകത്തിന് ഏത് കോണിലിരിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ അതിന് മുമ്പ് എങ്ങനെ നമുക്കിതൊരു ഫേക്ക് സൈറ്റ് ആണെന്നും റിയൽ സൈറ്റ് ഏതാണെന്നും കണ്ടുപിടിക്കാൻ നോക്കാം. അത് കണ്ടുപിടിക്കുന്ന ഈസിയാണ്. നമ്മുടെ ഡൊമെയിൻ നോക്കുക. instagram.com എന്നുള്ള ഡൊമെയിനാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡൊമെയിൻ. സോ നമ്മുടെ ഈ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു IP അഡ്രസ് ആയിരിക്കും കാണുക. ഇതിനെ നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റും. മാസ്ക് ഇട്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഗോഡാഡി എന്നുള്ളൊരു സൈറ്റുണ്ട്. ഇത് നമ്മൾ ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്ന സൈറ്റാണ്. ഇതിപ്പോൾ ഒരു നമ്മൾ നല്ല ഒട്ടുമിക്ക കമ്പനീസും ഡൊമെയിൻസ് പർച്ചേസ് ചെയ്യുന്നൊരു സൈറ്റാണ് ഗോഡാഡി. സോ ഗോഡാഡിയാണ് ഇൻസ്റ്റാഗ്രാമിനും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓണർ എന്താണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ മാറ്റി അവിടെ ആക്കിയിരിക്കുന്ന .com എന്നുള്ള ഡൊമെയിൻ ഇൻസ്റ്റാഗ്രാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അവർ പർച്ചേസ് ചെയ്ത് വെക്കുക. കാരണം ഇങ്ങനെയുള്ളൊരു ഫിഷിംഗ് അറ്റാക്സോ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ instagram.info എന്ന് പറഞ്ഞിട്ടൊരു ഡൊമെയിൻ അവൈലബിൾ ആണ്. അതുപോലെ കുറേ ഡൊമെയിൻസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ഇങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്നു instagram.info. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ലോഗിൻ പേജിൻ്റെ പകരം ഒരു ഇൻഫോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിലൊരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്യുന്നിരിക്കും. സോ അതുപോലെ ഇവിടെ പാസ്വേഡ് കൊടുത്തുന്നിരിക്കും. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഡൊമെയിൻസുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു അറ്റാക്കറിൻ്റെ മൈൻഡ് സെറ്റിൽ വേണ്ട ഏത് ഡൊമെയിൻ കൊടുത്താലാണ് ആളുകൾ ക്ലിക്ക് ചെയ്യുക, ആ ഡൊമെയിൻസ് ആയിരിക്കും അവർ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു കോൺടാക്റ്റ് ഫോം ഉണ്ട്. സോ ഈ കോൺടാക്റ്റ് ഫോം നമുക്ക് എടുക്കാം. ഈ കോൺടാക്റ്റ് ഫോമിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നെയിം കൊടുക്കുന്നു, മെയിൽ ഐ ഡി കൊടുക്കുന്നു, നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സബ്മിറ്റ് ചെയ്തേക്കുന്ന സാധനം എനിക്ക് എൻ്റെ മെയിലിൽ വരും. അതിൽ നമ്മുടെ കമ്പനി മെയിലിലേക്ക് നമുക്ക് വരും. സോ ഈ മെയിൽ അഡ്രസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട്. നമ്മളവിടെ കൊടുത്ത സെയിം കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, മുമ്പേ കാണിച്ച ഇൻസ്റ്റാഗ്രാമില്ലേ. സോ ഈ ഡൊമെയിനുള്ള ഒരാൾ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ളൊരു ലോഗിൻ പേജ് എടുക്കുന്നു. ഈ ലോഗിൻ പേജിൽ യൂസർ നെയിമിന് പകരം യൂസർ നെയിമും ജസ്റ്റ് ഒരു പാസ്വേഡെന്നും പറഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ വെച്ചേക്കുമെന്ന് വിചാരിക്കുക. ഇപ്പം 100K ഫോളോവേഴ്സിന് ഇപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണും. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്താൽ ഇപ്പോൾ എനിക്ക് വന്നതുപോലെ ജിമെയിൽ എന്ത് ചെയ്യും, ആ അറ്റാക്കറിനും പോകും. ഇപ്പോൾ ലിനക്സ് യൂസ് ചെയ്ത് മാത്രമേ അറ്റാക്ക് നടക്കുകയുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ജസ്റ്റ് ഒരു ഡെവലപ്പിംഗ് അറിയാവുന്ന ആൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫിഷ് ചെയ്യാൻ പറ്റും. സോ പ്രോപ്പർ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ ഞങ്ങളൊരു ലിങ്ക് ഇട്ട് തന്ന് ആ ലിങ്ക് വഴി ഞങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് നിങ്ങൾ തന്നെ തരുന്നു എന്നുള്ളതാണ് ഫിഷിംഗ് എന്ന് പറയുന്ന സംഭവം. സോ അതിങ്ങനെ ടൂള് വേണം, അങ്ങനെ ഒരു ലിനക്സ് വേണം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സോ ഇങ്ങനെയാണ് ഫിഷിംഗ് അറ്റാക്സ് കൂടുതൽ നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് ഒക്കെ ചെയ്താൽ മതി. കംപ്ലീറ്റ് വീഡിയോസ് വരും.